നമുക്കറിയാം അങ്ങനെ ഏറെ ദിവസത്തെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ ഒടുവിൽ ആഗോള അയ്യപ്പ സംഗമം നാളെ നടക്കാൻ പോവുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ് പമ്പ. വിദേശികൾ ഉൾപ്പെടെ 3500 പ്രതിനിധികൾ 3 വേദികളിലായി നടക്കുന്ന സംഗമത്തിൽ പങ്കെടുക്കും. നാളെ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുകയാണ് അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം. പമ്പ മണപ്പുറത്തെ പ്രധാന വേദിക്ക് പുറമെ ഹിൽ ടോപ്പിലും ശ്രീരാമസാകേതം ഓഡിറ്റോറിയത്തിലുമാണ് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. 3500ഓളം പ്രതിനിധികളാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് 260ഓളം പ്രതിനിധികളും തമിഴ്നാട്ടിൽ നിന്ന് 2 മന്ത്രിമാരടക്കം വിവിധ സാമുദായിക സംഘടനാ പ്രതിനിധികളും സംഗമത്തിൽ പങ്കെടുക്കും. ശബരിമല മാസ്റ്റർ പ്ലാൻ, പിൽഗ്രിം ടൂറിസം വികസനം, തീർത്ഥാടന കാലയളവിലെ തിരക്ക് നിയന്ത്രണം എന്നീ വിഷയങ്ങൾ അയ്യപ്പ സംഗമത്തിൽ ചർച്ചയാകും. ചർച്ചയിൽ ഉയരുന്ന ആശയങ്ങൾ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച് നടപ്പാക്കും. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. 3 ഘട്ടങ്ങളിലായി നടപ്പാക്കണമെന്നാണ് അവർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ 3 ഘട്ടങ്ങളിലായി നടക്കുമ്പോൾ ശബരിമലയിൽ മാത്രമായി 778 കോടി രൂപയുടെ വികസനവും അതോടൊപ്പം പമ്പയിലും നിലയ്ക്കലുമായി മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾ കൂടി ചേർന്നാൽ 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് അതിൽ നിർദ്ദേശിക്കപ്പെടുന്ന 3 ഘട്ടങ്ങളിലായി നടപ്പാക്കാൻ. അയ്യപ്പ സംഗമം ശബരിമല ദർശനത്തെ ബാധിക്കില്ലെന്നും തീർത്ഥാടകർക്ക് സുഗമമായി ദർശനം നടത്താമെന്നും ദേവസ്വം മന്ത്രി വ്യക്തമാക്കി. സംഗമത്തിൽ മന്ത്രിമാർ, MLA മാർ തുടങ്ങിയവരും പങ്കെടുക്കും. KSRTCയും ടൂറിസം വകുപ്പുമാണ് യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നത്. സുരക്ഷയുടെ ഭാഗമായി 1000ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. 7 കോടി രൂപയാണ് അയ്യപ്പ സംഗമത്തിന് ചെലവഴിക്കുന്നത്. സ്പോൺസർമാരുടെ സഹായവും പരിപാടിക്കുണ്ട്. അതേസമയം അയ്യപ്പ സംഗമത്തിനെതിരെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധവും വിമർശനവും തുടരുകയാണ്. 20 വൈകിട്ട് 5 മണിയോടെ അയ്യപ്പ സംഗമം സമാപിക്കും. ന്യൂസ് 18 പത്തനംതിട്ട. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓരോ വിവരങ്ങളും തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ന്യൂസ് 18 സംഘവും തയ്യാറാണ്. ഇന്നു മുതൽ കൃത്യമായി ഓരോ മണിക്കൂറുകളിലും എല്ലാ ബുള്ളറ്റിനുകളിലും കൃത്യമായ ലൈവുകൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് തന്നെ ഒരു സ്പെഷ്യൽ ഷോ പമ്പയിൽ നിന്ന് പ്രേക്ഷകർക്കായി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ന്യൂസ് 18നോടൊപ്പം പ്രേക്ഷകർ തുടരുക.